ഹലോ മക്കളെ, ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളെ നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പ്ലസ് ടുവിൽ വരുന്ന ആദ്യത്തെ ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ഒരു ഫ്ലവർ എന്ത് ചെയ്യുകയാണ്, തീരുമാനം എടുക്കുകയാണ്. നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്ന സമയത്താണ് ആക്ച്വലി ആ ഫ്ലവർ എന്ത് ചെയ്യുന്നത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്കതിനൊരു കഥയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടടാ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, ഫിഫ്ത്ത്, സിക്സ്ത്ത് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആദ്യം നമുക്ക് നോക്കാം ഇൻസൈഡ് ദ ഫ്ലവർ. നമ്മളൊരു ഫ്ലവർ അവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ നമുക്ക് മെയിൽ പാർട്ട് കാണാൻ വേണ്ടി പറ്റും, അതേപോലെ തന്നെ ഫീമെയിൽ പാർട്ട് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാം എ ഫ്ലവർ ഹാസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് നമുക്ക് പറഞ്ഞൂടെ? യെസ്, തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം ഈ മെയിൽ പാർട്ടും അതേപോലെ തന്നെ ഫീമെയിൽ പാർട്ടും നമ്മളൊരു ഫ്ലവറിൽ കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബൈസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കും. അതായത് ഹാസ് ബോത്ത് ഫീമെയിൽ പാർട്സ് ഇൻ എ വൺ ഫ്ലവർ, ദാൻ ഇറ്റ് ഈസ് കോൾഡ് ബൈസെക്ഷൽ ഫ്ലവർ. ആക്ച്വലി നമ്മൾ മെയിൽ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ സ്റ്റേമൻ. എന്താണ് മെയിൽ പാർട്ടിനെ വിളിക്കുന്ന പേര് പറഞ്ഞേ? സ്റ്റേമൻ എന്നാണല്ലേ വിളിക്കുക. ആ സ്റ്റേമന് രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ആന്തർ ആൻഡ് ഫിലമെൻറ്റ്. അതേപോലെ തന്നെ ഫീമെയിൽ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ പിസ്റ്റൽ അല്ലെങ്കിൽ കാർപ്പൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, പിസ്റ്റൽ അല്ലെങ്കിൽ കാർപ്പൽ എന്നാണ് വിളിക്കുക. അതിന് എത്ര ഭാഗങ്ങളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഫീമെയിൽ പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഓവ്യൂൾ എന്ന് പറഞ്ഞ 3 ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഓവ്യൂൾ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ നോട്ട് ചെയ്തിരിക്കുന്ന ഈ പോയിൻ്റാണ് സ്റ്റിഗ്മ. അതിനുശേഷം വരുന്ന അതിൻ്റെ നെക്ക് പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ബേസിൽ പാർട്ടിൽ ബൾജായിട്ട് കാണുന്ന ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഓവറി. ഓവറിക്കകത്താണ് ആര് സിറ്റുവേറ്റ് ചെയ്തിരിക്കുക? ഓവ്യൂൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് സെക്കൻഡ്. നമ്മളിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോളൻ ഗ്രെയിൻ ഫോർമേഷനെ കുറിച്ചാണ്. ആക്ച്വലി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് സ്റ്റേമൻ എന്ന് പറഞ്ഞു. സ്റ്റേമൻ എന്തുണ്ട്? ആംബറും ഫിലമെൻറ്റും ഉണ്ട് അല്ലേ? ആ ആംബറിനകത്താണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എവിടെയാണ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംബറിൻ്റെ അകത്താണ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ ആംബറിൻ്റെ അകത്ത് നമ്മുടെ മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ മൈക്രോസ്പോറോജെനിസിസ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ടേമൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് സ്റ്റേമിന് 2 പാർട്ടാണുള്ളതെന്ന് പറഞ്ഞല്ലേ. ഒന്നാമത്തെ പാർട്ടിൻ്റെ പേരെന്തായിരുന്നു? ആന്തർ എന്നാണ് നമ്മൾ വിളിച്ചതല്ലേ. ആന്തർ എന്ന പോർഷനാണിത്. ആൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫിലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഫിലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ആന്തറിനകത്ത് വെച്ചിട്ട് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോറോജെനിസിസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓവ്യൂളിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഫീമെയിൽ ഗമറ്റോഫൈറ്റ് എന്നാണ് നമ്മൾ ഓവ്യൂളിനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഇൻസൈഡ് ദ ഓവ്യൂൾ ദർ ഈസ് ആൻ എംബ്രിയോ സാക്ക് ആൻഡ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫീമെയിൽ ഗമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു നമ്മുടെ ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക്കിനകത്ത് ഓവ്യൂൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഗാസ്പോറോജെനിസിസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? മെഗാസ്പോറോജെനിസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും ഏതൊക്കെ ഭാഗങ്ങളുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദർ ഈസ് എ ചലാസലുണ്ട് അല്ലേ, ചലാസലുണ്ട്. അതേപോലെ തന്നെ മൈക്രോപൈൽ റീജിയൻ കൊടുത്തിട്ടുണ്ട്, പോളാർ ന്യൂക്ലിയർ കൊടുത്തിട്ടുണ്ട്, എക്സെല്ല് കൊടുത്തിട്ടുണ്ട്. മൈക്രോപൈൽ റീജിയനോട് ചേർന്നിട്ടാണ് എക്സെല്ലും അതേപോലെ തന്നെ സൈനർജിറ്റ്സും കാണാൻ വേണ്ടി പറ്റുക. ആൻഡ് എംബ്രിയോ സാക്ക് കൊടുത്തിട്ടുണ്ട്. എംബ്രിയോ സാക്കിനകത്താണ് ആരെ കാണാൻ വേണ്ടി പറ്റുക, ഇവരെ കാണാൻ വേണ്ടി പറ്റുക. ആൻറ്റിപോട്ടൽ സെൽസ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റഗ്യുമെൻറ്റ്സ് 2 ഇൻറ്റഗ്യുമെൻ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എ പോളിനേഷൻ. എന്താണ് പോളിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, പിക്ചറൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണ് പോളിനേഷൻ? ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ. നമ്മുടെ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്കുള്ള പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ അല്ലേ. ടൈപ്സ് ഓഫ് പോളിനേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സെൽഫ് പോളിനേഷനും ഉണ്ട്, അതേപോലെ തന്നെ ക്രോസ് പോളിനേഷനും ഉണ്ട്. എന്താ മക്കളെ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഫ്ലവറിൽ തന്നെ അല്ലെങ്കിൽ പ്ലാന്റിൽ തന്നെ നമ്മുടെ പോളിനേഷൻ നടക്കുന്നതിനെ, പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽഫ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രോസ് പോളിനേഷനോ ഡിഫറൻറ്റ് പ്ലാന്റ്സിലുള്ള പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ നമുക്ക് ഈ പോളിനേഷൻ നടത്തണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ചെടി വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് പോളിനേഷൻ നടത്താൻ വേണ്ടി പറ്റുമോ? ഇല്ല, നടത്താൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഏജൻസ് ഉണ്ട്. അതായത് ഒന്നുകിൽ അത് വിൻഡ് വഴിയാവാം അല്ലേ, കാറ്റ് വഴി എന്ത് ചെയ്യാം, ഇത്തരത്തിൽ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യാം. കാറ്റടിക്കുന്ന സമയത്ത് കാറ്റിന് പറന്ന് പോയിട്ട് വേറൊരു ചെടിയിലൊക്കെ പോയി വീഴാം. അതേപോലെ തന്നെ വാട്ടർ വഴി അല്ലേ, നമ്മളെ മഴ വഴിയൊക്കെ എന്ത് ചെയ്യാം,
നമുക്ക് പോളിനേഷൻ നടക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നുണ്ട് കുരുമുളക് അല്ലേ, കുരുമുളക് ഉണ്ടാകുന്നത് എന്താണ്, വാട്ടർ വഴി പോളിനേഷൻ നടന്നിട്ടാണ് കുരുമുളക് ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്കറിയാം. പിന്നെ മെയിനായിട്ട് നമുക്ക് പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? മെയിൻലി ഇൻസെക്ട്സ് ആണ്. ആരാണ്? ഇൻസെക്ട്സ് ആണ്. ഇൻസെക്റ്റിൽ തന്നെ ഹണി ബി ആണ് എന്നുള്ളതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പോളിനേഷൻ നടന്നു കഴിഞ്ഞു, അതായത് ഒരു പ്ലാന്റിൽ നിന്നുള്ള പോളൻ ഗ്രെയിന് മറ്റൊരു പ്ലാന്റിലെ സ്റ്റിഗ്മയിൽ വന്ന് പതിച്ചു അല്ലേ, അതിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ പോളിനേഷൻ നടന്നു കഴിഞ്ഞു. പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നമുക്ക് നടക്കുന്നത് പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് നടക്കും അല്ലേ. സ്റ്റിഗ്മയിൽ വന്ന് വീണ പോളൻ ട്യൂബ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഫോം ചെയ്യും. അത് അവിടെ കൃത്യമായിട്ട് അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിഗ്മയിൽ പതിക്കുന്നു, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നു. എന്തിനാണ് ആ പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നത്? പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നു? സ്റ്റൈലിൽ കൂടെ പോയിട്ട് മൈക്രോ പൈൽ വഴി എവിടത്തേക്ക് എത്തുകടാ? ഓവ്യൂളിലേക്ക് എത്തും. ആരുടെ അടുത്തേക്ക് എത്തേണ്ടത്? ഓവ്യൂളിൻ്റെ അടുത്തേക്ക് എത്തേണ്ടത്. നമ്മൾ പണ്ട് മിട്ടുമലിന് വഴി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇവർക്ക് വഴിയൊന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണ്? പോളൻ ഗ്രെയിൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് എന്ത് ചെയ്യും? നേരെ പോളൻ ട്യൂബ് ഫോം ചെയ്യും. എന്തിനാണ് പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നത്? കാരണം പോളൻ ഗ്രെയിൻസിനകത്ത് ആരുണ്ടടാ? മെയിൽ ഗമേറ്റ് ഉണ്ട്. ആ മെയിൽ ഗമേറ്റിനെ കൊണ്ടുപോകും. ഏത് വഴി? മൈക്രോ പൈലാർ റീജിയൻ വഴി കൊണ്ടുപോയിട്ട് ആരുടെ അടുത്തേക്ക് എത്തിക്കണം? നമ്മുടെ ഓവ്യൂളിൻ്റെ അടുത്തേക്ക് എത്തിക്കണം അല്ലേ. ഓവ്യൂളിൻ്റെ അടുത്തേക്ക് എത്തിക്കും. പിന്നീട് അവിടെ നടക്കുന്ന പ്രോസസ്സാണ് മക്കളെ ഫെർട്ടിലൈസേഷൻ അല്ലേ. നമുക്കറിയാം പോളൻ ഗ്രെയിനകത്ത് 2 മൈക്രോസ്പോറുകൾ അല്ലെങ്കിൽ മെയിൽ ഗമേറ്റാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അത്തരത്തിൽ ഒരു മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യും? അവിടെ ഫീമെയിൽ എഗ്ഗുമായിട്ട് അല്ലെങ്കിൽ ഫീമെയിൽ ഗമേറ്റുമായിട്ട് കൂടിച്ചേരും അല്ലേ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൽ ഗമേറ്റും എഗ്ഗും കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു സിംഗമി. അവർ രണ്ടുപേരും കണ്ടുമുട്ടി സംഗമിച്ചു അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? അവിടെ സിംഗമി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്തായിരുന്നു? സിംഗമി. ഇനി വേറൊരു മെയിൽ ഗമേറ്റും കൂടി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പോളൻ ഗ്രെയിനിനകത്ത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്തു? നേരെ എഗ്ഗുമായിട്ട് കൂടിച്ചേർന്നു അല്ലേ. അപ്പം ബാക്കിയുള്ള ആളെന്ത് ചെയ്യും? തൊട്ട് മേലെ നമുക്ക് പോളാർ ന്യൂക്ലിയ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യും? പോളാർ ന്യൂക്ലിയുമായിട്ട് കൂടിച്ചേരും. ആ പോളാർ ന്യൂക്ലിയ എന്താണ്? 2N ആണല്ലേ. 2N ആണ്, ഡിപ്ലോയിഡ് ആണ് പോളാർ ന്യൂക്ലിയ. ആൻജിയോസ്പോമിൽ പോളാർ ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ N+N അല്ലേ. അപ്പം അവർ 3 പേരും കൂടി ചേർന്ന് മെയിൽ ഗമേറ്റിൻ്റെ എന്നും അതേപോലെ തന്നെ ഇവിടെ വരുന്ന എന്ത് നമ്മുടെ ഫീമെയിൽ മെയിൽ ഗമേറ്റും പോളാർ ന്യൂക്ലിയും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറിയടാ? എൻഡോസ്പേമായിട്ട് മാറി. അപ്പോൾ അവരുടെ പ്ലോയിഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3N ആണ്. നമ്മുടെ ആൻജിയോസ്പേമിലെ എൻഡോസ്പേമിൻ്റെ പ്ലോയിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3N ആണ്. നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു. അപ്പം ഇവിടെ 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടല്ലേ. ഒന്ന് സിംഗമിയും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റൊന്ന് എന്ത് നടക്കുന്നുണ്ടടാ? ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ 2 നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് വിളിക്കാം? ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് എന്ന് വിളിക്കാം. എന്താ വിളിക്കാൻ വേണ്ടി പറ്റുക? ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് എന്ന് വിളിക്കാം. ദിസ് ഈസ് കോൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പ്ലാന്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കണം അല്ലേ. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്ത് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത് ആലോചിച്ച് നോക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കണം. എന്താണടാ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത്? നമ്മൾ പഠിക്കാം. നമുക്കറിയാം ഓവറി ഉണ്ടല്ലേ. ആ ഓവറി ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം എന്തായിട്ട് മാറുമടാ? ഫ്രൂട്ടായിട്ട് മാറും. ഓക്കെ, ഫ്രൂട്ടായിട്ട് മാറും. അപ്പം അതിനകത്തുള്ള ഒവ്യൂൾ എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പറയണം ഒവ്യൂൾ ബിക്കം സീഡ്സ് ആയിട്ട് മാറും. എന്തായിട്ടാണ് മാറുന്നത്? ഒവ്യൂൾ സീഡ്സ് ആയിട്ട് മാറും. അപ്പോൾ സൈഗോട്ടോ, നമുക്ക് ആ സൈഗോട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സൈഗോട്ട് എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുക? അത് എംബ്രിയോ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കിവിടെ ക്വിക്ക് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം ആന്തർ പ്രൊഡ്യൂസ് പോളൻ ഗ്രെയിൻസ് അല്ലേ. ആന്തറിനകത്താണ് എന്തുണ്ടാവുന്നത്? പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആന്തറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്. ഒവ്യൂൾസ് കണ്ടെയ്ൻ എംബ്രിയോ സാക്ക് അല്ലേ. ഒവ്യൂൾസ് കണ്ടെയ്ൻ എംബ്രിയോ സാക്ക്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഒവ്യൂളിനെ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ് പോളിനേഷൻ? പോളിനേഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ. ഓക്കെ, ദെൻ പോളൻ ട്യൂബ് ക്യാരീസ് മെയിൽ ഗമേറ്റ് ദ ഒവ്യൂൾ. ആരാണ് മെയിൽ ഗമേറ്റിനെ ഒവ്യൂളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്? നമ്മുടെ പോളൻ ട്യൂബാണ്. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്? സൈഗോട്ടും അതേപോലെ തന്നെ എൻഡോസ്പോമും ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടി ചേർന്ന് സൈഗോട്ട് ഉണ്ടാകുന്നതിനെ നമ്മൾ സിംഗമി എന്നും, അതേപോലെ തന്നെ നമ്മുടെ പോളാർ ന്യൂക്ലിയയും മെയിൽ ഗമേറ്റും കൂടി ചേർന്ന് എൻഡോസ്പോം ഉണ്ടാകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? നമ്മൾ വിളിച്ച പേരെന്താ? ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് വിളിച്ചത്. എന്താണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് വിളിച്ചത്. ആൻഡ് ഓവറി ബിക്കം ഫ്രൂട്ട് ആവുന്നു, ഓവ്യൂൾ ബിക്കം എന്ത് ചെയ്യുന്നു? സീഡ് ആവുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിച്ചു വെക്കുന്നു അല്ലേ. നമ്മളിനിയിപ്പോൾ നീറ്റിന് നമുക്ക് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ച ഫോക്കസ് ഏരിയ ഇതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ?
അതായത് നിങ്ങൾക്കറിയാം സൈഗോട്ടും അതേപോലെ തന്നെ എൻഡോസ്പോം ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സൈനർജിഡ്സിൻ്റെ എംബ്രിയോ സാക്ക്? എംബ്രിയോ സാക്കിനകത്ത് സൈനർജിഡ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്ക് സൈനർജിഡ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓവ്യൂൾ അല്ലെങ്കിൽ ഫീമെയിൽ ഗമെറ്റോഫൈറ്റിനകത്ത് സൈനർജിഡ്സ് ഉണ്ട്. സൈനർജിഡ്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. നമ്മുടെ ആ പോളൻ ട്യൂബിനെ കൃത്യമായിട്ട് മൈക്രോപൈലാർ റീജിയനിലേക്ക് അല്ലെങ്കിൽ ഇതിനകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ സൈനർജിഡ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്നാണ് ചോദിച്ചത് അല്ലേ? പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിനേഷൻ അല്ലേ? പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ അപ്പം പോളിനേഷനാണ്. അപ്പം പോളിനേഷൻ ആരൊക്കെ സഹായിക്കുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് പോളിനേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ആലോചിച്ച് വെക്കണം. ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. എന്താണ് സെൽഫ് പോളിനേഷൻ? സെയിം പ്ലാന്റിനകത്ത് സെയിം ഫ്ലവറിനകത്ത് അല്ലെങ്കിൽ സെയിം ട്രീക്കകത്ത് നമ്മുടെ പോളിനേഷൻ നടക്കുന്നതിന് നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഡിഫറൻറ്റ് പ്ലാന്റ്സിനകത്താണ് നമ്മുടെ പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു വൺ ലൈനിൽ നമുക്ക് ഈ മൊത്തം ജേണി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഫ്ലവർ ഉണ്ട്, ഫ്ലവറിൽ എന്തുണ്ടാ, പോളൻ ഫോം ചെയ്യുന്നുണ്ട്. ആ പോളൻ ഫോം ചെയ്യുന്നുണ്ട്. ആ പോളൻ എന്ത് ചെയ്യുന്നുണ്ട്, പോളിനേഷൻ നടത്താൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മെയിൻലി ഇൻസെക്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് നടക്കുന്നുണ്ട്, ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഫ്രൂട്ടും സീഡും ഉണ്ടാകുന്നുണ്ട്. ആ ഫ്രൂട്ടും സീഡും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സീഡിൽ നിന്ന് പിന്നീട് എന്ത് ഉണ്ടാകുന്നുണ്ട്, ന്യൂ ജനറേഷൻ അല്ലെ, ന്യൂ ജനറേഷൻ പ്ലാന്റ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. കണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, മെമ്മറി ട്രിക്ക്. നമുക്കിത് ആലോചിച്ച് വെക്കാം അല്ലേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ സ്റ്റെപ്പുകൾ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് വെക്കുന്ന ഒരു കിടിലൻ കോഡ് പറഞ്ഞുതരാം മക്കളെ. പ്രൗഡ് പ്ലാന്റ് മേക്ക് സ്വീറ്റ് സീഡ്സ് അല്ലേ? എന്താണ് പ്രൗഡ് പ്ലാന്റ് മേക്ക് സ്വീറ്റ് സീഡ്സ് എന്നാണ് പറഞ്ഞത്. എന്താണ് പ്രൗഡ്? ആ പ്രൗഡിൽ പി നമുക്ക് എടുത്തിട്ട് എന്ത് പറയാം, പോളിനേഷൻ എന്ന് പറയാം. രണ്ടാമത്തെ പി, പ്ലാന്റ്സിലെ പി എടുത്തിട്ട് എന്ത് പറയാം, പോളൻ ട്യൂബ് എന്ന് പറയാം അല്ലേ? മേക്ക് എം എടുത്തിട്ട് മെയിൽ ഗമേറ്റ് പ്ലസ് എഗ് സൈഗോട്ട് ഫോം ചെയ്യുന്നു എന്ന് പറയാം. എസ് അല്ലേ, നമുക്ക് സ്വീറ്റിലെ എസ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് മെയിൽ ഗമേറ്റ് പ്ലസ് പോളാർ ന്യൂക്ലിയ എന്തുണ്ടാക്കുന്നു, എടാ ആ എൻഡോസ്പോം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പറയണം. സ്വീറ്റ് എൻഡോസ്പോം ഉണ്ടാക്കുന്നു അല്ലേ? നെക്സ്റ്റ് സീഡ്സിൻ്റെ എസ് എടുത്ത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ സീഡ്സ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കണ്ടൻറ്റുകൾക്കായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോസുമായി കൂടുതൽ അപ്ഡേറ്റുകളുമായി കാണുന്നത് വരെ ബൈ.